അങ്ങനെ ഇന്ന് ബാഴ്സലോണയുടെ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സിബിയയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സാധനങ്ങളെല്ലാം അജയ് പാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പാക്ക് ചെയ്തെല്ലാം ബൾജ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് പുള്ളി തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ തുളത്തിട്ട് യാത്ര തുടങ്ങി. അപ്പം നേരെ കാറ്റലോണിയയിലേക്കുള്ള ബസ് പിടിക്കണം. കുറേ നേരം ടൈം എടുക്കുന്നുണ്ട്. ഞാൻ നേരെ തരുന്നു. അപ്പം അജയ് പറഞ്ഞു നിന്നെ കണ്ട് നാട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ടൂറിസ്റ്റ് അല്ല, എന്തായാലും ഇന്ന് കുറേ നടക്കാനും ഉള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി നേരെ കാറ്റലോണിയ പോയി ഇറങ്ങി. കാറ്റലോണിയയിൽ ഇറങ്ങുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 99 ചീസ് കേക്കിൽ നിന്ന് 2 ചീസ് കേക്ക് കൂടി വാങ്ങി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂടുതൽ കൊണ്ടാണ് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ച് എസ്പാനിയയിലേക്കുള്ള ട്യൂബ് പിടിച്ചു. അപ്പം അജയ് ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ഇവിടെ ചീസ് കേക്ക് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങി തരാമെന്നും പറഞ്ഞിട്ട്. കാരണം ഇവിടുത്തെ ചീസ് കേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഓരോ പേസ്ട്രീസ് ആയിക്കോട്ടെ എന്തും. അങ്ങനെ എസ്പാനിയയിൽ പോയി ഇറങ്ങി. എസ്പാനിയയിൽ മെയിനായിട്ട് കാണാനുള്ള ഈ നാഷണൽ മ്യൂസിയമാണ്. അങ്ങനെ അവിടെ ഇഷ്ടം പോലെ സ്റ്റെപ്പാണ്. കുറേ സ്റ്റെപ്പ് കയറി അവിടെ പോയിരുന്നു വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. നാട്ടുകാർക്കും കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് കുറേ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി ഇത് സത്യം പറഞ്ഞാൽ എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. പക്ഷേ പ്രായമായിട്ടുള്ള അപ്പനും അമ്മൂമ്മയൊക്കെ കമ്പൂത്തി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി. അങ്ങനെ മുകളിൽ പോയിരുന്ന ആ കാഴ്ച മുഴുവൻ കണ്ടിട്ട് എസ്പാനിയ നഗരം മുഴുവൻ ചുറ്റി നടന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ബ്ലാക്ക് റൈസ് പായ കഴിച്ചു. ഇത്രയും പായ കഴിച്ചിട്ട് മതിയായില്ലെന്ന് അജയ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കഴിച്ചത് കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൽ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പായ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഒരു പേസ്ട്രിയും കൂടി അകത്താക്കി നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അപ്പൂപ്പൻ അപ്പുറത്തെ 2 ചേച്ചിമാരോട് അപമര്യാദയെ പെരുമാറി. അതിനുശേഷം പിന്നെ പോലീസ് വന്നു. പുള്ളീനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ബാഗ് കണ്ടുപിടിക്കണം. പുള്ളിക്ക് തീരെ ബോധമില്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റിലുള്ളവരും ഫ്ലൈറ്റിലെ സ്റ്റാഫും എല്ലാവരും കൂടി ബാഗ് തപ്പി പിടിച്ച് പുള്ളീനെ ഏൽപ്പിച്ച് പോലീസുകാരനോട് പുള്ളീനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ നേരെ സിബിയിലേക്ക് പോയി.